പൂക്കോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണത്തിൽ CBI വിദഗ്ധാഭിപ്രായം തേടി മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. സിദ്ധാർത്ഥൻ പൊതുവിചാരണയ്ക്ക് വിധേയനായെന്നും മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടെന്നുമാണ് കുറ്റപത്രത്തിലെ പ്രധാന പരാമർശങ്ങൾ. ശ്രീകാന്ത് നൽകും കൊച്ചിയിൽ നിന്നും അതിന് കൂടുതൽ വിവരങ്ങൾ. ശ്രീകാന്ത്, നേരത്തെ തന്നെ ഇത്തരം കാര്യങ്ങൾ പുറത്തുവന്നതാണ്. അത് CBI കൂടി ശരിവെക്കുന്നു. അതിക്രൂരമായ രീതിയിൽ സിദ്ധാർത്ഥൻ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് CBI കൂടി കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അടുത്ത നടപടിക്രമങ്ങൾ എന്താണ്? എന്തിനു വേണ്ടിയാണ് ഈ മെഡിക്കൽ ബോർഡ് രൂപീകരിക്കുന്നത്? ഞെട്ടിക്കുന്ന പരാമർശങ്ങളാണ് പ്രജിൻ ഈ കുറ്റപത്രത്തിൽ ഉള്ളത്. അതായത് സിദ്ധാർത്ഥൻ ക്രൂരമായി ആക്രമിക്കപ്പെട്ടു എന്ന് CBI പറയുന്നു. പൊതുവിചാരണയ്ക്ക് സിദ്ധാർത്ഥൻ വിധേയനായി. മണിക്കൂറുകളോളം വൈദ്യസഹായം നിഷേധിക്കപ്പെട്ടു. വിദ്യാർത്ഥിനിയോട് മോശമായി പെരുമാറി എന്ന് ചൂണ്ടിക്കാട്ടി പ്രതികൾ സിദ്ധാർത്ഥന്റെ അടിവസ്ത്രം വരെ അഴിച്ചുമാറ്റി. ബെൽറ്റും കേബിളും ഉപയോഗിച്ച് സിദ്ധാർത്ഥനെ തുടർച്ചയായി മർദ്ദിക്കുകയും ചവിട്ടുകയും ചെയ്തു. ഭാഗികമായി നഗ്നനായ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ അന്തേവാസികളുടെ മുൻപാകെ കുറ്റം സമ്മതിക്കാൻ നിർബന്ധിതനായി എന്നുകൂടി CBI ഈ കുറ്റപത്രത്തിൽ വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഫെബ്രുവരി 16 രാത്രി 9:30 ആരംഭിച്ച ആക്രമണം, അപമാനിക്കൽ, ഉപദ്രവിക്കൽ എന്നിവ ഫെബ്രുവരി 17 പുലർച്ചെ 1 മണി വരെ നീണ്ടു എന്നും CBI ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അതേസമയം ഇത് കൊലപാതകമാണോ അതോ തൂങ്ങിമരണമാണോ എന്ന കാര്യത്തിൽ കുടുംബം ചില സംശയങ്ങൾ ഉന്നയിച്ചു. അതേ സംശയം CBI മുന്നോട്ട് വെക്കുന്നു. അവർ അത് ദൂരീകരിക്കുന്നതിനായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തൂങ്ങിമരണമെന്ന് പറയുന്നുണ്ടെങ്കിലും വിദഗ്ധാഭിപ്രായം തേടുകയാണ്. പോസ്റ്റ്മോർട്ടം സമയത്തെടുത്ത ഫോട്ടോകൾ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഫോറൻസിക് ഡോക്ടറുടെ വിശദമായ കുറിപ്പുകൾ എന്നിവ ഡൽഹി എയിംസിലേക്ക് അയച്ചു. അവിടെ ഇനി ഒരു മെഡിക്കൽ ബോർഡ് സംഘടിപ്പിക്കും. അവർ ഇതെല്ലാം പരിശോധിക്കും. ശേഷം ഒരു കൃത്യമായ ഒരു അഭിപ്രായം CBI അറിയിക്കും. ഇത് തൂങ്ങിമരണമാണോ അതോ കൊലപാതകമാണോ എന്ന്. ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.